എൻ്റെ പൊന്നെ 4 മാസ പ്രയത്നത്തിന് ശേഷം നമ്മൾ ഷിബിലി മോൻ ഉണ്ടാക്കിയ ബസ് നിങ്ങളെ മുന്നിൽ ഇന്ന് റിവീൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കിച്ചൺ വീഡിയോസ് അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാക്കാന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. 4 മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കിനിടയിലൂടെ കേട്ടോ അവന് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ ഈ വീഡിയോസിൽ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ തന്നെയല്ലേ നിങ്ങളും നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ അങ്ങനെ പോരിട്ടോ. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി TK വ്ളോഗ്സ്. അപ്പോൾ അതെ നമ്മുടെ ഷിബിലി മോനെ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ബസ്സാണ് ഇത്. ഫസ്റ്റ് ബസ് അവനൊരു വയനാടൻ ബസ് ഉണ്ടാക്കിയിരുന്നില്ല. അതിൻ്റെ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ ഇതിൻ്റെ മുന്നേ നമ്മുടെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിരുന്നു. അതിനൊക്കെ നല്ല കമൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്കൊരു കമൻറ്റ് വന്നിട്ടോ, പിന്നെ ഫോം ഷീറ്റും കൊണ്ട് ഉണ്ടാക്കാൻ അന്ന് അവന് വയനാടൻ ബസ് ഉണ്ടാക്കിയത് സാധാ കാർഡ്ബോർഡിൻ്റെ ചട്ടയില്ലേ അതും കൊണ്ടായിരുന്നു കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരുന്നു ഉണ്ടാക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് അത് നല്ല രീതിയിൽ തന്നെ അവൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിന് നല്ല സബ്സ്ക്രൈബും ലൈക്കും കമൻസും ഒക്കെ കിട്ടിയിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ വീഡിയോസും കണ്ടിട്ട് ഇതിനും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമേ നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് സന്തോഷമായിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോകുന്നത് നിങ്ങളല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അന്ന് വയനാടൻ ബസ് കാർബൺ ചട്ട കൊണ്ടല്ലേ ഉണ്ടാക്കി. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, എനിക്ക് ഫോം ഷീറ്റ് കൊണ്ട് ഒരു നല്ലൊരു അടിപൊളി ബസ് ഉണ്ടാക്കണം അമ്മച്ചി, ഫോം ഷീറ്റ് വാങ്ങിത്തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ വാങ്ങിത്തരാം, അതിനായിട്ട് ഇപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ഒരു ദിവസം ഞങ്ങൾ വളാഞ്ചേരിക്ക് പോയപ്പോൾ ഫോം ഷീറ്റ് വാങ്ങിച്ചു. ചെറിയൊരു എമൗണ്ടൊക്കെ നമുക്ക് ഈ ബസ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഫോം ഷീറ്റ് വാങ്ങി, പശ, അതുപോലെ തന്നെ അത് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കത്തി, അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഇതിന് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ടൊക്കെ ഇതിന് നമുക്ക് വന്നിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, കുട്ടികളുടെ സന്തോഷമില്ല നമ്മുടെയും സന്തോഷം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും തന്നെ വാങ്ങിക്കൊടുത്തു കേട്ടോ. അങ്ങനത്തെ അവന് ഒഴിവ് ദിവസങ്ങളിൽ മാത്രം കേട്ടോ ഇതിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. 4 മാസത്തെ പ്രയത്നം എന്ന് പറയുന്നത് അവന് കഴിഞ്ഞ വെക്കേഷനിൽ തുടങ്ങിയതാണ് കേട്ടോ. ഒഴിവ് സമയം മാത്രമേ അവനിതിന് ഉപയോഗിക്കാറുള്ളൂ. അവന് ഫസ്റ്റത്തെ ബസ് വയനാടൻ ബസ് ഉണ്ടാക്കിയപ്പോഴും തന്നെ ഒരു 5-8 മാസം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഫസ്റ്റത്തതായില്ല, അത് ഒരുപാട് ടൈം പിടിച്ചിട്ടോ. ഇത് പിന്നെ 4 മാസം കൊണ്ട് തന്നെ ആയി എടുത്തു. പിന്നെ അവന് ഇതിനായിട്ട് സമയം ചിലവഴിക്കല്ലോ, അവന് ഒഴിവുള്ളപ്പോൾ മാത്രമല്ലേ ചെയ്യുന്നത്. അങ്ങനെയിട്ട് 4 മാസം പിടിച്ചത് അവൻക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒഴിവില്ല. സ്കൂള്, മദ്രസ, ട്യൂഷൻ, അതുപോലെ തന്നെ ട്യൂഷനിൽ എക്സാം, സ്കൂളിലാണെന്നുണ്ടെങ്കിൽ എക്സാം വരുന്നുണ്ട്, മദ്രസയിലാണെങ്കിൽ എക്സാം ആയിരുന്നു. പിന്നീട് അത് മഴക്കാരനെ നീട്ടിവെച്ചും ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് അവൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നു. പിന്നെയാണെന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് ദഫിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അവന് വലിയ ദഫിലാണ്, അതിൻ്റെ പ്രാക്ടീസും നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ ദഫ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്കൗട്ടിൽ മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം കൂടി അവനക്കൊരു തിരക്ക് പിടിച്ചൊരു ടൈമും കൂടിയാണ് കേട്ടോ ഇപ്പോഴും. അപ്പോൾ അവനിങ്ങനെ ഇതിൽ ഡ്രസ്സ് മാറി ഇങ്ങനെ കാണുന്നുണ്ടാവില്ല. അത് നമ്മൾ ഒഴിവുള്ളപ്പോൾ മാത്രമല്ലേ അവന് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് ഡ്രസ്സ് ഇങ്ങനെ മാറി കൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഇതിനെ അടിക്കുന്ന ഈ പെയിൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിനായിട്ട് നമ്മൾ വാങ്ങിച്ചത് തന്നെയാണേ. ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് അവന് ഈ 2 ബസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ ഇങ്ങനെ എടുത്ത് വെക്കൂട്ടോ. എന്നിട്ട് വരുന്നവരെങ്ങനെ അത് എടുക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അവന് വരുന്ന കുട്ടികൾക്കായാലും ആർക്കായാലും എടുത്ത് കാണിച്ചു വെക്കും. എന്നിട്ട് അത് ആ സ്പോട്ടിൽ തന്നെ അത് വെക്കുന്ന സ്ഥാനത്ത് വെക്കുകയും ചെയ്യട്ടെ. അവനക്ക് ഒരു സാധനം തന്നെ കേട് വരുത്തി കളയുന്നത് ഇഷ്ടമല്ല കേട്ടോ. ആ വയനാടൻ ബസ് കണ്ടില്ല, 1 വർഷത്തോളമായിട്ട് അത് ഉണ്ടാക്കിയിട്ട് അതിനെപ്പോഴും ഒരു കേടുമില്ല കേട്ടോ. അത് അങ്ങനെ അവിടെ ഷോക്കേസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഓരോ വീഡിയോസിലൊക്കെ. അങ്ങനത്തെ ബസ്സിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ട് ബസ്സിൻ്റെ പേര് എഴുതാൻ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നു അതിന് പേരിടുക, എന്നാൽ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാനെന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ എന്നോടാണെന്നുണ്ടെങ്കിൽ അവന് പറയും ലാസ്റ്റാണ് ബസ്സിന് പേരിടുക എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ബസ്സിന് പേരിട്ട് കഴിഞ്ഞപ്പോൾ കേട്ടോ എനിക്കൊരു സന്തോഷമായത്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇവൻ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, ഫോം ഷീറ്റ് ആയതുകൊണ്ട് നല്ല ബലം ഉണ്ടല്ലോ ഉമ്മച്ചി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ തന്നെ എന്ന് ഇങ്ങനെ പറയുന്നു. കാരണം പിന്നെ കാർഡ്ബോർഡ് ചട്ട കൊണ്ട് ഉണ്ടാക്കിയ ആദ്യത്തെ ബസ്സും ഇപ്പോഴത്തെ ബസ്സും കൂടി കണ്ടപ്പോൾ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഫോം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ അത് 1 വർഷത്തോളമൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അതിനിപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ. ആയിരത്ത അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ കണ്ടില്ല ബസ് അടിപൊളിയായില്ല. ഞങ്ങൾ നമ്മുടെ മക്കൾക്ക് എന്തൊരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അവന് ഷിബിലി മോനായാലും ഫിനിമോനായാലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് നടത്തി കൊടുക്കട്ടെ. കുട്ടികളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകളാണ് ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. അവർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ
നമുക്കറിയില്ല അവരെ കൊണ്ട് എത്രത്തോളം അവർക്കുള്ള കഴിവുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടത് നമ്മൾ നിരസിക്കാതിരിക്കുക. നിരസിച്ചിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയില്ല അവർക്ക് എത്രത്തോളം അവരുടെ ഉള്ളിൽ ആ കഴിവ് അടങ്ങിയിട്ടുള്ളത് എന്നല്ല. അപ്പോൾ നമ്മൾ പ്രോത്സാഹനം കൊടുത്താലല്ലേ നമുക്കും തന്നെ അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. പിന്നെ തന്നെ അവർക്കൊരു ഭാവി വരുന്നില്ല. അപ്പം നമ്മൾ എന്തുമായിട്ടാണ് അവർക്ക് ഒരു വർക്ക് ചെയ്യാൻ താല്പര്യം അതിൽക്ക് നമ്മൾ മുന്നോട്ട് പോകും. എന്നാലേ നമുക്ക് ആ ഫീൽഡിൽ അവരെ എത്തിക്കാൻ കഴിയുള്ളൂ. ഞാൻ എപ്പോഴും ഷിബിലിമോനോട് ചോദിക്കുന്ന ചോദ്യട്ടാ, എനിക്ക് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം. അപ്പം എന്നോട് പറയൂട്ടെ, ഒരാഗ്രഹം പറഞ്ഞിട്ട് ഉണ്ട്. അത് ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ആഗ്രഹം നിറവേറണമെന്നുണ്ടെങ്കിൽ നല്ലോണം പഠിക്കണം എന്ന് പറയൂട്ടെ ഞാൻ. അപ്പം ഏതായാലും ഇൻഷാ അല്ലാഹ് അവന് വളർന്നു വരില്ലേ, അതിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അങ്ങോട്ടൊക്കെ എത്തിക്കിട്ടും ചെയ്യും. അള്ളാഹു അതിനുള്ള ആരോഗ്യവും ആയുസ്സും ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ നൽകട്ടെ അല്ലേ. അങ്ങനത്തെ നമ്മളെ വണ്ടി പോകാൻ തുടങ്ങിയിട്ടാ. അപ്പം ഇത് എങ്ങനെയാണ് എന്താ പറയാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിനെ പറ്റിയിട്ട് വണ്ടിയിൽ എന്തൊക്കെയാണ് ഫിറ്റിങ്സ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഷിബിലിമോൻ കേട്ടേ അറിയുള്ളൂ. അതൊക്കെ വഴിയേ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷിബിലിമോൻ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലായിട്ട്. അപ്പോഴേക്കത് 2 ബസ്സിൻ്റെ കുഞ്ഞു മുതലാളിയായിട്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയുള്ള അവൻ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാം. നമ്മൾ ബസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ബസ്സാണിത്. ഇത് നമ്മൾ കാർഡ്ബോർഡ് വെച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരിക്കണം ഫോം ഷീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ എല്ലാ അടിപൊളി വണ്ടി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഫോം ഷീറ്റാകുമ്പോൾ നല്ല ഉറപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വെള്ളം തന്നെയാണെന്ന് കുഴപ്പമില്ല. എന്താ ബാക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നമ്മൾ ZS3ൻ്റെ ഫ്രണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്ക് നമ്മൾ പുതിയ മോഡലായ ZS3ൻ്റെ ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ ഡിക്കോ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഡിക്ക് തന്നെയാണ്. നമ്മൾ നമ്മുടെ വണ്ടീൻ്റെ 2 സൈഡിലും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ബാറ്ററി ഒക്കെ വരുന്നത് വണ്ടീൻ്റെ. അപ്പോൾ ഇവിടെ വണ്ടിയുടെ ഫ്രണ്ട് നമുക്ക് ഇങ്ങനെ പൊക്കിയൊക്കെ വെക്കാം, താഴ്ത്തിയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ഡോറാണ്. പിന്നെ അതേപോലെ ഇതാ ഈ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ചെയ്തെടുത്തുള്ളത് 4 മാസം കൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല വർക്ക് എടുക്കേണ്ട സാധനമാണ്. നല്ല ക്ഷമമാണ് കേട്ടോ ഒന്നാമത്തെ ഇതിന് കാര്യമായിട്ട്. അപ്പോൾ 4 മാസം എന്ന് പറഞ്ഞത് നമ്മൾ ഈ 4 മാസം ഈ വണ്ടിക്കാറ്റല്ല കേട്ടോ വണ്ടിക്കട്ടിയുന്നത്. നമ്മൾ അതിലിടയ്ക്ക് ലീവുള്ള സമയത്തൊക്കെ കേട്ടോ, നമുക്ക് ഫ്രീ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ ലിപ്പ് വെച്ചിട്ടുണ്ട്. ലിപ്പും അതേപോലെ സ്കേറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഷീറ്റ് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ഡിസൈനിങ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കവറിങ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ നമ്മൾ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുവരുന്നു. മേൽഭാഗത്ത് എന്ന് പറഞ്ഞത് നമ്മളുടെ വണ്ടീൻ്റെ മുകളിൽ സാധനങ്ങൾ വെക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ AC സാധനമുണ്ട്. അപ്പോൾ അവിടെ നെയിം ബോർഡ് വരുന്നുണ്ട്. അതേപോലെ നെയിം ബോർഡ് ഇതിനുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ല. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ബസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തതാണ് ഈ ബസ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഇത്ര ഇതുണ്ടായിരുന്നില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ നമ്മളിങ്ങനെ മെനക്കെട്ട് ഇതിങ്ങനെ കുറേ ചെയ്തിട്ട് നമുക്ക് മനസ്സിലായില്ല അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട്. വണ്ടിയിൽ ലൈറ്റ് വർക്ക് ആൻഡ് സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ കേട്ടില്ല, ഞങ്ങൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അവന് പറഞ്ഞപ്പോൾ തന്നെ ഇതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ക്ഷമയും വേണം കേട്ടോ. ക്ഷമ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നടക്കുകയില്ല കേട്ടോ. അവന് കുറച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കും, പിന്നെ അത് എടുത്ത് വെക്കും, റാക്കിൻ്റെ മുകൾക്കാണ് കേട്ടോ എടുത്ത് വെക്കുക, പിന്നെ അതുണ്ടാക്കും. അങ്ങനെ കേട്ടോ ഇതുണ്ടാക്കി കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള സീനാണ് കാണുന്നത്. അപ്പോഴേക്ക് ഇതൊന്നും ഉണ്ടാക്കി ആ സ്പോട്ടിൽ റിവീൽ ചെയ്യണ ആ സ്പോട്ടിൽ തന്നെ ഇവനൊന്ന് ഇത് സ്റ്റാറ്റസ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോഴേക്ക് അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അത് കണ്ടിട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവർ സെറ്റായിട്ടുണ്ട് എന്നൊക്കെ പറയുമായിട്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവർ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് ഒക്കെ കാണാണ് കേട്ടോ. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം അങ്ങനെ പറയുന്നുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവരതിൽ സബ് ഇട്ടിട്ട് പാട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫിനിമോൾ അവിടെ കളിക്കുന്നത്. പിന്നെ പാട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കോപ്പിറൈറ്റ് വീഴും. അതുകൊണ്ടാട്ടോ പാട്ട് കട്ട് ചെയ്തിട്ടുള്ള സബ് വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഷിബിലിമോൻ അവിടെ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ബസ് കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ പഴയ ബസ് ആർക്കും വേണ്ട കേട്ടോ. അവരൊക്കെ ഇതിനാട്ടോ കൂടുതൽ അഭിപ്രായം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബസ്സിനേക്കാളും കൂടി ഒന്നും കൂടി ദമ്മായി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഈ ബസ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ ലൈറ്റൊക്കെ ഇട്ടത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ തീരുന്നില്ല. എന്താല്ലേ ഇവൻ്റെ ഈ കഴിവിനൊക്കെ ഞാൻ എന്താ പറയുന്നത്, എങ്ങനെ അവനോട് സന്തോഷം അറിയിക്കേണ്ടതെന്നൊന്നും എനിക്ക് തന്നെ അറിയുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെയൊക്കെ നമ്മുടെ ഷിബിലി മോനെ ഭാവിയിൽ എന്താക്കണം എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെന്നും കൂടി അതും കൂടി ഒന്ന് നമ്മുടെ കമൻറ്റിലൊന്ന് അറിയിക്കണേ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട്, നമ്മളിത് സ്റ്റാറ്റസ് വിട്ടതിന് ശേഷം അവൻ്റെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ മുമ്പ് പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ് അവരെല്ലാവരും പേഴ്സണലായിട്ട് അവനക്ക് നല്ല കമൻസൊക്കെ അറിയിച്ചു. അപ്പോൾ അതുപോലെ നിങ്ങളും തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ ഇത് ബസ്സിൻ്റെ രാത്രിക്കത്തെ സീനാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടില്ലെങ്കിൽ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഷിബിലി മോൻ അങ്ങനെ പറയാം, രാത്രിക്കത്തെ ഒരു സീൻ എടുക്കണം അമ്മച്ചി എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇക്കും തന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇക്കാനോട് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കൂട്ടെ എങ്ങനെ ഉണ്ട്. അപ്പോൾ ഇക്കും തന്നെ നല്ല ഫുൾ സപ്പോർട്ടാണ് കേട്ടോ കൊടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഇട്ടപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത് അല്ലേ. പിന്നെ അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വണ്ടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കുട്ടികളും അതുപോലെ തന്നെ വലിയ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ട. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കുട്ടികൾ തന്നെ അങ്ങനെ അന്തം പൊട്ടിയിരിക്കട്ടെ. അപ്പോൾ അവരിങ്ങനെ ഷിബിലുമോനോട് ചോദിക്കുക ഇത് എങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണതൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അതാണ് ഈ കാണുന്നത്. അവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ആ കുട്ടികൾ പോയപ്പോഴേക്കും അതെ അടുത്ത ഗ്യാങ് വന്നു കേട്ടോ. ഇതെന്ന് പിന്നെ അവൻ്റെ ചങ്കാളാണ് കേട്ടോ ഈ കാണുന്നത്. അവർ പള്ളിക്ക് വന്നതായിരുന്നു. അപ്പോൾ ഓരോരുത്തർ തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ പിന്നെ ആളാവട്ടെ. അവന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടാൽ പിന്നെ ഇങ്ങനെ വന്ന് ചോദിക്കാൻ തുടങ്ങും കേട്ടോ. അങ്ങനത്തെ അവരും കണ്ടു. പിന്നെ അത് അടുത്ത ഗ്യാങ് എത്തിയിട്ട് എല്ലാവരും പള്ളിക്ക് വരുമ്പോഴാണ് കേട്ടോ ഈ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയണം, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കട്ടെ. പഠിപ്പിലേക്കുള്ള പ്രോത്സാഹനം നമ്മൾ മാത്രം കൊടുത്താൽ പോലെ ചില മക്കൾക്ക് പഠിപ്പിലേക്കുള്ള ശ്രദ്ധ കുറവായിരിക്കും. അങ്ങനെയുള്ള മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കൂടുതലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തിനോടാണ് താല്പര്യം ആ ഫീൽഡിലേക്ക് നമ്മൾ അവരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. പിന്നെ അത് അടുത്ത ഗ്യാങ് എല്ലാവരും കൂടി വന്നിട്ട് അങ്ങനെ ഏതായാലും ഇന്ന് നമ്മുടെ വീട് നമ്മളെ ബസ് കാണാനായിട്ട് ഒരുപാട് പേര് വന്നു കേട്ടോ. അവർ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിയെന്നൊക്കെ വരും. പക്ഷെ ആദ്യം തെറ്റി വരും. പിന്നെയാണ് അവരത് വീണ്ടും ചെയ്തിട്ട് വീണ്ടും അത് ശരിയായി വരിക. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ എല്ലാ കാര്യവും റെഡി ആവുക. പിന്നെ എന്താ പറയുക, അതിനുള്ള ക്ഷമയും ഇൻട്രസ്റ്റും ഉണ്ടെങ്കിലട്ടെ എന്ത് കാര്യം നടക്കുകയുള്ളൂ. ഈ സീനൊക്കെ പിന്നെ നമുക്കൊരു ദിവസം കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മാറ്റിയായിരുന്നു. അപ്പോഴത്തെ കുട്ടികൾ മാറ്റിക്കൊണ്ട് വന്നത് പിന്നെ ബസ് കാണണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കും കാണിച്ചു കൊടുക്കണം. അതായിട്ട് ഡ്രസ്സൊക്കെ പുതിയത് ഇട്ടിട്ടുള്ളത്. പിന്നെ ബസ്സുകളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് വെക്കണം കേട്ടോ. ഇതിൻ്റെ സ്ഥലം പിന്നെ ഇവിടെയാക്കി പഴയത് പിന്നെ ടിവിൻ്റെ മുകളിലായിട്ട് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അത് അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മുടെ സ്റ്റെയർകേഴ്സിൻ്റെ അവിടേക്കും മാറ്റാമെന്ന് വെച്ചിട്ട് അതെടുക്കുകയാണ്. അപ്പോൾ പഴയ വയനാടൻ ബസ്സില്ലേ അതിൻ്റെ സ്ഥലം ഇവിടെയാക്കിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.